ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാന പാഠാവലിയുടെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പ്രവർത്തനം 1. വായിക്കാം, എഴുതാം. അഴകനും പൂവാലിയും. അഴകന് 12-13 വയസ്സ് കാണും. കന്നുകാലി മേയ്ക്കുന്നവനാണ് അവൻ. ഒരു ദിവസം കാലത്തെ അഴകൻ പശുക്കളെയും കൊണ്ട് മേച്ചിൽ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വളക്കൊമ്പി, കണ്ണമ്മ, പൂവാലി, ഇങ്ങനെ 3 പശുക്കൾ. വൈകുന്നേരത്തേക്ക് അഴകൻ തിരിച്ചു വരികയുള്ളൂ. ഉച്ചക്കത്തേക്ക് ചോറും കറിയും ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്നും കൊടുക്കും. അന്ന് ചോറും പൊതിഞ്ഞുകെട്ടി ഒരു സഞ്ചിയിലിട്ടു. സഞ്ചി തോളിൽ തൂക്കി. അതിൽ ഒരു പിച്ചാത്തിയുണ്ട്, പിന്നൊരു ഈറ്റക്കുഴലും. കയ്യിലിരിക്കുന്ന വടിയോങ്ങിയും ചിലപ്പോൾ അതുകൊണ്ട് പശുക്കളുടെ പുറത്തു തട്ടിയും അവൻ അവയെ വേഗം നടത്തി. ഈ പശു എന്നോട് മേടിക്കുവേ എന്നും മറ്റും ഇടയ്ക്ക് അവൻ പശുക്കളെ ശാസിച്ചു. അങ്ങനെ ഒരു നാഴിക അകലെയുള്ള നാടിമറ്റത്തിലെത്തി. അത് ഒരു വലിയ മൈതാനമാണ്. കൃഷി ചെയ്യാതെ കിടക്കുകയാണ്. അങ്ങുമിങ്ങും മരങ്ങളുണ്ട്, ചിലത് ചെറുത്, ചിലത് വലുത്. അവിടെ കുറ്റിക്കാടുകളുണ്ട്. ചെത്തി, കുരിക്കുത്തി, കദളി, കൂനപ്പാല, പാണൽ, ഇങ്ങനെ പലതരം ചെടികളുണ്ട്. വയറ, പാട, അമൃത് മുതലായ വള്ളികളും ഇല്ലിയും ഈറ്റയുമുണ്ട്. ആണ്ടിൽ 8 മാസവും പശുക്കൾക്ക് തിന്നാൻ ധാരാളം പുല്ലും കിട്ടും. കാരൂർ നീലകണ്ഠൻ പിള്ളയുടെ ഒരു കഥയാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അഴകന് ചോറും കറിയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം, ഓരോ വീട്ടിൽ നിന്നും. അഴകൻ ചോറും പൊതിയോടൊപ്പം സഞ്ചിയിൽ സൂക്ഷിച്ചത് എന്തൊക്കെയാണ്? ഒരു പിച്ചാത്തിയും പിന്നെ ഒരു ഈറ്റക്കുഴലും. നാഡീമറ്റം എന്നാൽ എന്താണ്? അതൊരു മൈതാനമാണ്. നാഡീമറ്റത്തിൽ പലതരം ചെടികളിലൊന്ന് കുരിക്കുത്തി ഒരുതരം ചെടിയാണ്. അഴകൻ്റെ ജോലി എന്താണ്? അഴകൻ്റെ ജോലി പശുക്കളെ മേയ്ക്കുക എന്നതാണ് അവൻ്റെ ജോലി. പ്രവർത്തനം 2. ഉപന്യാസം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. സുഗതകുമാരിയുടെ കവിത വായിച്ചില്ലേ? എങ്ങുപോയി എന്ന പി. കുഞ്ഞിരാമൻ നായരുടെ കവിതയിൽ പ്രകൃതി മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. പ്രകൃതി മനുഷ്യന് നൽകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. പ്രവർത്തനം 2. ഉപന്യാസം. പ്രകൃതി മനുഷ്യന് നൽകുന്ന സൗഭാഗ്യങ്ങൾ. പ്രകൃതി മനുഷ്യന് ജീവൻ, സന്തോഷം, സമൃദ്ധി എന്നിവ നൽകുന്നു. സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിതയിലും പി. കുഞ്ഞിരാമൻ നായരുടെ എങ്ങുപോയി എന്ന കവിതയിലും പ്രകൃതിയുടെ സ്നേഹം വ്യക്തമാക്കുന്നു. പ്രകൃതി നമുക്ക് വായു, വെള്ളം, ഭക്ഷണം എന്നിവ നൽകുന്നു. മരങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും മണ്ണിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം മനസ്സിനെ സമാധാനപ്പെടുത്തുന്നു. പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നതിലൂടെ പ്രകൃതി ജീവിതം സുഗമമാക്കുന്നു. പ്രകൃതി മനുഷ്യനോട് സ്നേഹം കാണിക്കുന്നു. അത് നമുക്ക് ആഹാരം, ഔഷധം, ആശ്വാസം എന്നിവ നൽകുന്നു. പ്രകൃതിയുടെ സൗഭാഗ്യം നിലനിർത്താൻ നാം അതിനെ പരിപാലിക്കേണ്ടതുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മലിനീകരണം തടയൽ എന്നിവയിലൂടെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി എന്ന ധാരണയിൽ നാം പ്രകൃതിയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വേണം. പ്രവർത്തനം 3. അനുഭവക്കുറിപ്പ്. MDയുടെ വിഷുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും പല ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആഘോഷ അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഓണാഘോഷത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ ഓരോ ആഘോഷങ്ങളെക്കുറിച്ച് എഴുതുക. ഞങ്ങളുടെ വീട്ടിലെ ഓണം ആഘോഷം വളരെ സന്തോഷപൂർണ്ണവും ആഘോഷവും ഉള്ളതാണ്. രാവിലെ തന്നെ പൂക്കളം ഒരുക്കി എല്ലാവരും ഒരുമിച്ച് കൂടും. വീടിന് മുന്നിൽ മനോഹരമായ പൂക്കളം അലങ്കരിച്ച ശേഷം കുടുംബസദ്യ സമേതം ഓണസദ്യയ്ക്ക് തയ്യാറാകുന്നു. പരമ്പരാഗതമായ വിഭവങ്ങളോടെ ഓണസദ്യ ഒരുക്കുന്നു. വലിയ ഉത്സാഹത്തോടെയാണ്. പിന്നീട് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ചേർന്ന് വിവിധ ഇനം ഓണക്കളികൾ, സംഗീതം, നൃത്തം എന്നിവയിൽ പങ്കെടുത്ത് ഉല്ലാസകരമാക്കുന്നു. ചിലപ്പോൾ ഒത്തുകൂടി ഓണക്കഥകൾ പറയലും ഓണക്കളികൾ കളിച്ചാലും ആഘോഷം വേറിട്ട മട്ടിലാകും. അതിലെ ക്വസ്റ്റ്യൻ ബി, വിഷുക്കാലത്തെ പ്രധാന ആഘോഷം ഏതാണ്? ഉത്തരം, പടക്കം പൊട്ടിക്കുക. പ്രവർത്തനം 4. പോസ്റ്റർ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇഴയെടുപ്പം ഭൂമിയുടെ നിലനിൽപ്പിന് വളരെ അനിവാര്യമാണ്. എന്നാൽ പ്രകൃതി ചൂഷണത്തിന്റെ ഭാഗമായി വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വ്യതിയാനം, ജലദൗർബല്യം എന്നിങ്ങനെ വിവിധ പ്രശ്നങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് സ്കൂളിൽ പ്രദർശിപ്പിക്കാവുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പ്രകൃതി സംരക്ഷണ പോസ്റ്റർ. പ്രകൃതി സംരക്ഷണം നമ്മുടെ ഭാവി രക്ഷിക്കാനുള്ള ഒരു ചുവട്. ഇപ്പം ഞാൻ എഴുതിയ വേറെ കുറച്ച് പോസ്റ്ററുകളാണ്. പ്രകൃതി നമ്മുടെ ജീവൻ, അതിനെ സംരക്ഷിക്കാം. മരങ്ങൾ നട്ട് ജലം ലാഭിക്കൂ, പ്ലാസ്റ്റിക് ഒഴിവാക്കൂ. പ്രകൃതി ചൂഷണം നിലനിർത്തുക, ഭൂമിയെ രക്ഷിക്കുക. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ധർമ്മം.
പ്രകൃതിയെ സ്നേഹിക്കുക, പരിപാലിക്കുക, ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കുക. ഉത്തരം 5. ജീവചരിത്രക്കുറിപ്പ്. താഴെ പറഞ്ഞിരിക്കുന്ന സൂചകങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ചേർത്ത് പി കുഞ്ഞിരാമൻ നായരുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. പ്രവർത്തനം 5. ജീവചരിത്രക്കുറിപ്പ്. പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായർ 1905 1978 മലയാള സാഹിത്യത്തിലെ ഒരു പ്രമുഖ കവിയും നാടകകൃത്തുമായിരുന്നു. 1905 ഒക്ടോബർ 4 തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയക്കാട്ട് ജനിച്ച അദ്ദേഹം പ്രകൃതി സൗന്ദര്യത്തെയും ഭക്തിയെയും തൻ്റെ കൃതികളിലൂടെ ആവിഷ്കരിച്ചു. ഭക്തകവി എന്ന ബിരുദം നേടിയ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ രംഗമണ്ഡപം, ഉപാസന, സ്വപ്നസഞ്ചാരി, സൗന്ദര്യപൂജ, താമരത്തോണി എന്നിവ ഉൾപ്പെടുന്നു. കളിയച്ചൻ സിനിമയാക്കിയിട്ടുണ്ട്. 1978 മെയ് 27 അദ്ദേഹം അന്തരിച്ചു. വിശകലനക്കുറിപ്പ്. ശ്രീനാരായണ ഗുരുവചനങ്ങളെ നിങ്ങൾക്ക് പരിചയമില്ലേ? ചുവടെ ചേർത്തിട്ടുള്ളവ ശ്രദ്ധിക്കുക. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു മനുഷ്യൻ. ശ്രീനാരായണ ഗുരുവചനങ്ങളെ മഴവില്ല് വരയ്ക്കുന്നവർ എന്ന പാഠഭാഗത്തെ ആശയവുമായി ബന്ധപ്പെടുത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ മനുഷ്യർ തമ്മിലുള്ള സമത്വത്തെയും സ്നേഹത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. മതം, ജാതി, വർഗ വ്യത്യാസങ്ങളെ മറികടന്ന് ഒരു മനുഷ്യനാകാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു മനുഷ്യൻ എന്ന വാക്കുകളിലൂടെ ഗുരുദേവൻ മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തിൻ്റെ മഹത്വം വിളിച്ചു തോന്നുന്നു. മഴവില്ല് വരയ്ക്കുന്നവർ എന്ന പാഠഭാഗത്തിൽ സമാനമായ ആശയങ്ങളാണ് ഉള്ളത്. പ്രകൃതിയിൽ മഴവില്ല് ഏത് വ്യക്തിയോ ജാതിയോ മതത്തിനെയോ മാത്രം എന്നൊരിക്കലും ചാരിതാർത്ഥ്യമല്ല. മഴവില്ല് പ്രകൃതിയുടെ അനന്ത സൗന്ദര്യം എല്ലാവരുടെയും അവകാശമാണ്. മഴവില്ല് വരയ്ക്കുന്നവർ പ്രകൃതിയിലെ അതിജീവനം, പ്രേമം, സമത്വം എന്നിവ പ്രചരിപ്പിക്കുന്നവരാണ്. പ്രകൃതിയുടെ ഈ മനോഹര കാഴ്ച കുട്ടികൾ, മുതിർന്നവർ, പക്ഷികൾ എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളും മതം, ജാതി, വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കുന്നവയാണ്. അതിനാൽ മഴവില്ല് വരയ്ക്കുന്നവർ എന്ന പാഠഭാഗവും ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങളും മനുഷ്യർക്കിടയിൽ സമത്വവും സ്നേഹവും വളർത്തുന്ന സന്ദേശം നൽകുന്നു. ക്വസ്റ്റ്യൻ ബി. ഭൂമിയിൽ മഴവില്ല് വരയ്ക്കുന്നവർ ആരാണ്? ഉത്തരം കുട്ടികൾ.